ബേസിക്കലി കേരളത്തിലുള്ള വലിയൊരു ശതമാനം ആൾക്കാർ നോൺ വെജ് കഴിക്കുന്നവരാണ്. നമ്പർ 1. അതിനകത്ത് ഈ നോൺ വെജ് കഴിക്കുന്നവരുടെ 60 മുതൽ 70% അവരുടെ വീടുകളിൽ നോൺ വെജ് ഉണ്ടാക്കുന്നവരാണ്. രണ്ടാമത്തേത്, ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നീ താമസിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഈ നോൺ വെജ് കഴിക്കുന്ന ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം അവരുടെ വീടുകളിൽ അത് ഉണ്ടാക്കത്തില്ല. അവർ പുറത്തു പോയാൽ കഴിച്ചത്. അവർ ബീഫ് വരെ കഴിക്കും. പഴയ ഡൽഹി അല്ല, പഴയ നോർത്ത് ഇന്ത്യ അല്ല ഇന്നത്തെ നോർത്ത് ഇന്ത്യ അല്ല. അത് കാരണം ഡിജിറ്റലി വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ആഹാരമാണ്. അപ്പം ഈ സിനിമയെന്ന് പറയുന്ന പ്രൊപ്പഗണ്ടയായിട്ട് ഇവരുണ്ടാക്കിയെടുത്ത് അതിൻ്റെ ടീസറും അത് കണ്ടു കഴിയുമ്പോൾ വായിലോട്ട് കുത്തിക്കയറ്റുന്നു. എനിക്കും നിനക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ല. ഒന്നാമത് ബീഫിന് ഇത്രയും വിലയുണ്ട് കേരളത്തിൽ. ഇന്ന് ഡൽഹിയിൽ 350 രൂപ 250 രൂപയൊക്കെ ഉള്ളു ബീഫിൻ്റെ വില. കേരളത്തിലെങ്ങാണ്ട് 350-400 രൂപയൊക്കെ ഉണ്ട്. ഇന്നും ഡൽഹിയിൽ 250 രൂപയൊക്കെ ഉള്ളൂ പലയിടത്തും. അത് മാത്രമല്ല, ഈ രാവിലെയുള്ള സമയത്തൊക്കെ പോയിട്ട് കുറച്ച് വൈകി കഴിഞ്ഞ് ഈ സാധനം കിട്ടത്തില്ല. അത്ര ഡിമാൻഡുള്ള സാധനമാണ്. അതുമല്ല, കടകളിൽ ഈ ബീഫ് പൊറോട്ട എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ പോപ്പുലറാണ്. ഈ സാധനം വളരെ പോപ്പുലറാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പ്രൊഡ്യൂസർ ഇമാരി എനിക്ക് തോന്നുന്നു പല കേരളത്തിലുള്ള മലയാളികൾ പറഞ്ഞു കൊടുത്തുണ്ടാക്കിയതാണ്. ഒരു ഐഡിയയിലാണ് ഇപ്രാവശ്യം പെണ്ണിൻ്റെ ഇഷ്യൂ മാറ്റിയിട്ട് ബീഫ് വായിലോട്ട് കയറ്റുന്ന രീതിയിലോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് ജിബൻ പറഞ്ഞ പോലെ അവർ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ ഒറ്റ മലയാളിയില്ല അതിൻ്റെ അകത്ത്. ഇത് മലയാളി ഇല്ലാത്തത് ഈ 36 പേരിലത്തെ എത്ര പേര് സത്യമായിരിക്കും? ഇവിടെ നരേറ്റീവ് ഉണ്ടാക്കാൻ, ഇതേപോലെ ഡ്രാമ കാണിക്കാൻ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഗ്രൂപ്പുകൾ വളരെ മുമ്പിലാണ്. അത് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ എനിക്കൊന്നും ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്, ഇപ്പൊ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മലയാളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ കേരളത്തിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് ഇതിനെ എതിർത്ത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ക്യാമ്പയിനിങ് ഒക്കെ നടത്തിയത്. അത് വലിയ രീതിയിൽ ഫലം കണ്ടിട്ടുമില്ല. അതായത് ഈ പറയുന്ന ഇതിന്റെ ആദ്യ സിനിമ ഇറങ്ങുന്ന ഘട്ടത്തിൽ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളൊക്കെ പല സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാരോ കേരളത്തിൽ നിന്നാണ് ഈ കേരള സ്റ്റോറി കാണുന്ന ഒരു സത്യമാണ്, നിങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കുന്നതിന്റെ ചോദ്യമൊക്കെ വന്ന അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇത്തവണ ഇറങ്ങുമ്പോഴത്തേക്ക് അതിനൊരു വ്യത്യാസമുണ്ട്. പലപ്പോഴും ഈ പറയുന്ന ഹിന്ദി നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഇതിനെതിരായിട്ട് ട്വിറ്ററിലൊക്കെ ഇതിനെ തമാശയാക്കിക്കൊണ്ടൊക്കെ പോസ്റ്റ് ഇടുന്ന രീതിയിലേക്ക് സാധനം മാറിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തോന്നി എന്താന്ന് വെച്ചാൽ, മോദിജി അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞത് ഹിന്ദു ഖത്രയിലാണ്, അതായത് ഹിന്ദു അപകടത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവർ ചോദിക്കുന്നത് ഇത് 3ാമത്തെ ടേമായി, അതായത് 15 വർഷം 10 വർഷത്തിന് കഴിഞ്ഞു പോവാണ്, ഇപ്പോഴും ഹിന്ദു അപകടത്തിലാണോ എന്നൊക്കെ ചോദ്യമൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ആ രീതിയിലേക്ക് ഇതിലൊരു മാറ്റം ഉണ്ടായത് സാർ ശ്രദ്ധിച്ചു?